പതിറ്റാണ്ടുകളായി മലയാള സിനിമയുടെ അമരത്തിരിക്കുന്ന രണ്ടുപേരാണ് മമ്മൂട്ടിയും മോഹൻലാലും. 1980കളിൽ തുടങ്ങിയ ആധിപത്യം ഇരുവരും പുതുമുഖങ്ങൾക്ക് ഒരവസരം പോലും നൽകാതെ 2026ലും തുടരുകയാണ്. ഇന്ത്യൻ സിനിമയിലെ പരമോന്നത പുരസ്കാരമായ ദാദാസാഹബ് ഫാൽക്കെ നേടി മോഹൻലാലും പത്മഭൂഷണും 16ാമത് ഫിലിംഫെയറും നേടി മമ്മൂട്ടിയും തങ്ങളുടെ കുതിപ്പ് തുടരുകയാണ്. തന്നോടൊപ്പം മികച്ച നടനുള്ള പുരസ്കാരത്തിന് മത്സരിച്ച യുവതാരങ്ങളായ ആസിഫ് അലിയെയും ബേസിൽ ജോസഫിനെയും പിന്തള്ളിയാണ് മമ്മൂട്ടി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഫിലിംഫെയറും നേടിയതെന്ന് ശ്രദ്ധേയമാണ്. ഇപ്പോഴിതാ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ കൾച്ചറൽ മാഗസിനായ ദ കാരവാനിൽ കവറായെത്തിയാണ് മമ്മൂട്ടി ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത്. മമ്മൂട്ടി ദ റീ ഇൻവെൻഷൻ ഓഫ് മലയാളം സിനിമാസ് മോസ്റ്റ് എൻഡ്യൂറിംഗ് സ്റ്റാർ എന്ന തലക്കെട്ടോടെയാണ് കാരവാനിൽ മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കളങ്കാവൽ എന്ന ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനവുമായി ബന്ധപ്പെട്ട് ആതിര കോനിക്കര എഴുതിയ ലേഖനവും മാഗസിനിലുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുൻപ് പ്രസിദ്ധീകരണം ആരംഭിച്ച ദ കാരവാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതും വായനക്കാരുള്ളതുമായ മാഗസിനാണ്. ഇന്ത്യയിലെ മറ്റേതൊരു കഥാപാത്രവും ചെയ്യാൻ മടിക്കുന്ന വില്ലൻ വേഷമാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവലിൽ മമ്മൂട്ടി അവതരിപ്പിച്ചത്. സ്റ്റാൻലി ദാസ് എന്ന കൊടും കുറ്റവാളിയായി വേഷമിട്ട മമ്മൂട്ടിയുടെ പ്രകടനത്തിന് ഒട്ടനവധി നിരൂപക പ്രശംസയാണ് രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും ലഭിച്ചത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രം സ്റ്റാൻലി ദാസ് എന്ന കൊടും കുറ്റവാളിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഒരുക്കിയിരിക്കുന്നത്. ഒട്ടനവധി പെൺകുട്ടികളെ വശീകരിച്ച് ലൈംഗിക ആവശ്യങ്ങൾക്ക് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തുന്ന സ്റ്റാൻലി ദാസിനെ ഇതിനു മുൻപ് ചെയ്തുവെച്ച കഥാപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായാണ് താരം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് തിയേറ്ററുകളിലെത്തിയ ഹൊറർ ഫാന്റസി ചിത്രം ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിന് ഇക്കഴിഞ്ഞ സംസ്ഥാന സർക്കാർ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയ മമ്മൂട്ടി കളങ്കാവലിലൂടെ വരാനിരിക്കുന്ന വർഷത്തേക്കും ശക്തമായ മത്സരമാണ് എതിരാളികൾക്ക് നൽകാൻ പോകുന്നതെന്നതിൽ സംശയമില്ല.